കേരള ജനത ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും ഒരു അറുതി വരുത്തിക്കൊണ്ട് ഒരു പ്രസ്ഥാനം മുന്നോട്ട് വരുന്നു. 2020 അദ്ദേഹം നടത്തിയ ഒരു രാഷ്ട്രീയക്കാരന്റെ കവലപ്രസംഗമായിരുന്നില്ല, മറിച്ച് ഈ നാടിന് വേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ വിളിച്ചു പറയുകയായിരുന്നു. ഈ കാലഘട്ടത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഏതൊരു മലയാളിയും ആഗ്രഹിച്ചു പോകുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറയുന്ന വാക്കിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ട്. അദ്ദേഹം അത് കിഴക്കമ്പലത്ത് പ്രൂഫ് ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുമുണ്ട്. 68 വർഷമായി മാറി മാറി വരുന്ന സർക്കാരുകൾ ഭരിച്ചില്ലേ, ഇനിയും 2020 കൂടി ഒരു അവസരം നൽകും. അപ്പോൾ അറിയാമല്ലോ എന്താണ് മാറ്റമെന്ന്. കിഴക്കമ്പലം എന്ന ഒരു പഞ്ചായത്തിൽ അദ്ദേഹം കയറുമ്പോൾ 37 ലക്ഷം രൂപ കടമായിരുന്നു. ഇന്ന് 8 വർഷങ്ങൾക്ക് ശേഷം 22 കോടി ലാഭമായി മാറിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മൊത്തം സംസ്ഥാനം നോക്കിയാൽ എത്ര കോടി നീക്കിയിരിപ്പുണ്ടാവും. അത്രയും രൂപ മതി നമ്മുടെ വികസനങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ധൂർത്തും അഴിമതിയും കൊണ്ട് ജനം കഷ്ടപ്പെടുകയാണ്. ഈ ദുർഭരണത്തിന് ഒരു അറുതി വരുത്താൻ കേരളത്തിലെ ജനങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. ആര് നന്മ ചെയ്താലും അവരുടെ ഒപ്പം നിൽക്കാൻ നമ്മൾ തന്മനസ് കാണിക്കണം. അതിന്റെ ഗുണങ്ങൾ സാധാരണ ജനങ്ങൾക്ക് കൂടി കിട്ടണം. അത് നമ്മളുടെ കുട്ടികളുടെ ഭാവിയും കൂടിയാണ് ബാധിക്കുന്നത്. പാവങ്ങൾ എന്നും പാവങ്ങളായി തന്നെ നിലകൊള്ളണമെന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്റെ ചിന്ത. ജനം എപ്പോഴും നരകിച്ചു കഴിയണം. ഭയപ്പെടുത്തിയും വാഗ്ദാനങ്ങൾ ചെയ്തും ജനങ്ങളെ രാഷ്ട്രീയക്കാർ ഇന്നും പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ തലവെച്ചു കൊടുക്കുന്നു. അമിതനീതിയും കൊള്ളപ്പലിശയും നിത്യോപകാര സാധനങ്ങളുടെ വിലയോ ദിവസം ദിവസം കുതിച്ചുയരുന്നു. ഇതെല്ലാം കണ്ട് ജനം സഹിച്ചു മടുത്തു. ആത്മഹത്യ ചെയ്യാൻ ദയാപഥത്തിന് അനുവാദം ചോദിച്ച നാടായി മാറി കേരളം. എന്തെങ്കിലും വിറ്റുപറക്കി 4 കാശ് ബാങ്കിൽ കൊണ്ടിട്ടിട്ട് അതിന്റെ പലിശ മേടിച്ച് ജീവിക്കാമെന്ന് വെച്ചാൽ അതും അവർ തട്ടും. എങ്ങനെ ഈ കേരളത്തിൽ ജനങ്ങൾ വിശ്വസിച്ച് ജീവിക്കും? രാഷ്ട്രീയ അടിമകൾക്ക് മാത്രം എന്തെങ്കിലും പ്രയോജനം കിട്ടും. സർക്കാർ ജോലിക്കാർക്ക് പോലും ശമ്പളം കിട്ടാതെയായി. ഇനി കിട്ടുമോ എന്ന് കണ്ടറിയാം. ഗവൺമെന്റ് ഓഫീസിൽ ഒരു പേപ്പറോ ഒരു കവറോ ഒരു സ്റ്റാമ്പോ പോലും ഇല്ലാത്ത അവസ്ഥയായി. ഇങ്ങനെ കേരളം ഒരിക്കലും കണ്ടിട്ടേയില്ല. OIOP എന്ന പ്രസ്ഥാനം ആദ്യം വരുമ്പോൾ ഇതുപോലെയായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ മെമ്പർഷിപ്പ് എടുത്ത് അതിൽ ചേർന്നു. അതൊന്ന് പച്ചപിടിച്ച് മുന്നോട്ട് വരും എന്ന് കണ്ടപ്പോൾ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ ലോബികളും കൂടി അത് 14 കഷണങ്ങളാക്കി എന്നേക്കുമായി തകർത്തു. അതുപോലൊരു ഗതി 2020 വരാതിരിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ടെന്ന് കുറഞ്ഞത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ തൊഴിൽ ഇല്ലാതെയായി. ചെറുകിട വ്യവസായങ്ങൾ എല്ലാം തകർന്നു. ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാമെന്ന് വെച്ചാൽ പന്നിശല്യം കൊണ്ട് അതും ചെയ്യാൻ പറ്റാതെയായി. സകല സാധനങ്ങൾക്കും തമിഴ്നാടിനെയും കർണാടകയെയും ആന്ധ്രയെയും ആശ്രയിക്കേണ്ട ഗതികേടിലാക്കി ഇവർ കേരളത്തെ. രാത്രികാലങ്ങളിൽ കേരളത്തിന്റെ ബോർഡറിൽ ആയിരക്കണക്കിന് പന്നിക്കുഞ്ഞുങ്ങളെ ലോറിയിൽ കൊണ്ട് തട്ടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കൃഷി പാടെ നശിപ്പിക്കുക. അവരുടെ പച്ചക്കറിയും മരുന്നും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും നമ്മൾ വാങ്ങി ഉപയോഗിച്ച് രോഗിയായി ആശുപത്രിയിൽ കിടക്കണം. സാബു ജേക്കബ് എന്ന ബിസിനസ്സുകാരൻ വന്നാൽ നമ്മുടെ കേരളം രക്ഷപ്പെട്ടേക്കാം. പച്ചക്കറികളും ഫാമുകളും ആശുപത്രികളും മരുന്നുകളും എല്ലാ സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ടാവും. സമസ്ത മേഖലയിലും പുരോഗതി ഉണ്ടാവും. കേരളം നമ്മുടെ പഴയ ഗോഡ്സ് ഓൺ കൺട്രിയായി തിരിച്ചു വരും. കാർ ഫാക്ടറികളും യൂണിവേഴ്സിറ്റികളും സ്റ്റാർട്ടപ്പുകളും കേരളത്തിൽ വരും. എന്ത് സാധനങ്ങൾ കേരളത്തിൽ വിൽക്കാനുണ്ടായാലും അതിനൊരു മാർക്കറ്റ് ഉണ്ടാക്കും. നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ കേരളത്തിലേക്ക് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്ഥിതിവിശേഷം കണ്ടു കഴിഞ്ഞാൽ വരുന്നത് മാത്രമല്ല, ഉള്ളവരിവിടെ പോവുക തന്നെ ചെയ്യും. അതിനൊരു അറുതി വന്നേ പറ്റത്തുള്ളൂ. ജനിച്ച നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാൻ ഒരു അവസരം, അതുകൂടിയാണ് ഈ 2020 മുന്നോട്ട് വെക്കുന്നത്. ഒരു മാറ്റം അനിവാര്യമാണ്. കേരളത്തിലെ ഓരോ ജനങ്ങളും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കാവുന്നതേ ഉള്ളൂ. ആര് വന്നാലും രാഷ്ട്രീയം നോക്കണ്ട, നല്ലത് ചെയ്യുന്നവർക്ക് വോട്ട് കൊടുക്കുക തന്നെ വേണം. ഈ മാറ്റത്തിന്റെ ഗ്യാപ്പിൽ 2020 ഒരു 10 വർഷം ഭരിച്ചാൽ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടി കേരളം 1ാം നമ്പറായി മാറും. ഒരാളും കേരളത്തിന് പുറത്തുപോയി ജോലി ചെയ്യേണ്ടി വരില്ല. എല്ലാവർക്കുമുള്ള ജോലിയും മറ്റ് സംരംഭങ്ങളും ഇവിടെ ഉണ്ടാകും. കേരളത്തിലെ 6 ജില്ലകളുടെ മുകളിൽ നൂലിൽ കെട്ടിയ വാളുപോലെ ഒരു ഭയാനകമായ കാര്യം നമ്മളെ കാത്തിരിപ്പുണ്ട്. മുല്ലപ്പെരിയാർ. ശാശ്വത പരിഹാരം ഇവർ കണ്ടെത്തും. ആദ്യം നമ്മുടെ ജീവൻ, മരുന്ന്, ഭക്ഷണം ഇതെല്ലാമാണ് സുരക്ഷയ്ക്കായി ഉറപ്പുവരുത്തേണ്ടത്. എല്ലാം നന്നായി അവസാനിക്കാൻ 2020 ഒരു അവസരം കൊടുക്കുക. പണത്തിന് അത്യാർത്ഥിയില്ലാത്ത, രാഷ്ട്രീയം തൊഴിലാക്കാത്ത ഒരു കൂട്ടം രാജ്യസ്ത്രീകളുടെ കൂട്ടായ്മയിൽ കൂടി വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് 2020. കിഴക്കമ്പലം പഞ്ചായത്ത് പോലെ കേരളത്തിന്റെ എല്ലാ പഞ്ചായത്തുകളിലും ഇത് വ്യാപിച്ച് വളർന്നു വരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.